നമ്മുടെ നാട്ടിലെ വാർത്താ ചാനലുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. കാലത്തൊട്ട് വൈകുന്നേരം വരെ ഈ പറഞ്ഞ വാർത്ത തിരിച്ചും മറിച്ചും പറഞ്ഞ് സമയം കളയുക ബാക്കിയുള്ള മനുഷ്യരുടെ മുഴുവൻ. കുറേ റിപ്പോർട്ടർമാർ അവിടെ ഇവിടെ നിർത്തി വെറുതെ ഇരുതിയിൽ എണ്ണയൊഴിക്കുന്ന പരിപാടി. റേറ്റിങ്ങിന് വേണ്ടിയിട്ട് മറ്റുള്ള ചാനലുകൾ തമ്മിൽ തല്ലുകൂട്ടം. ഒന്നാം സ്ഥാനത്ത് ഞങ്ങളാണെന്ന് എല്ലാവരും എഴുതി വയ്ക്കുക. ആരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഇവർ കൊടുക്കുന്ന വാർത്ത എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? ഞങ്ങളാണൊന്നാം സ്ഥാനത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാനലുകൾ മുഴുവനും എഴുതി കാണിക്കുന്നത്. റേറ്റിംഗ്, അതിലെ തട്ടിപ്പുകൾ ഒരു ചാനലെടുത്ത് കാണിക്കുന്നു, മറ്റേ ചാനൽ അതിനെതിരെ കേസ് കൊടുക്കുന്നു. ഇവർക്ക് എന്താണ് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത? എന്താണ് ഇവരുടെ വാർത്തകളിൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സംഭവം? ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനലിലാണ് അതിൻ്റെ എല്ലാം ചെയ്യുന്ന ആൾക്കാർ എത്രയും നല്ല ആൾക്കാർ എന്ന് എങ്ങനെ സമൂഹം തിരിച്ചറിയും? ഒരു ചാനലിലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ല. ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥിരതയായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള നിലപാടുകളുള്ളതായിരിക്കും. എല്ലാ ചാനലുകൾക്കും അവരുടെ റേറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി തന്നെയാണ് അവർ നിലനിൽക്കുന്നത്. അല്ലാതെ നമ്മളെ പോലെയുള്ള പ്രേക്ഷകരുടെ സത്യസന്ധമായ വാർത്ത കേട്ട് അറിയുവാനുള്ള ആ അവകാശം പോലും പല ചാനലുകളും പുല്ലുവില കൊടുത്ത് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുകയാണ്. കാലത്തൊട്ട് വൈകുന്നേരം വരെ ഒരു ചാനൽ അവതാരകൻ പറയുന്നത് കേട്ടു. നമ്പർ 1 എന്ന് പറയുന്ന ഒരു ചാനലാണ്, ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഈ ചാനൽ വെക്കാനായിട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു, ഓൺ ചെയ്തിട്ട് എടുക്കുമ്പോൾ വേറെ ചാനലുകൾ വരുന്നു. അപ്പോൾ ആ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയയിലെ ഒരു കുബുദ്ധിയാണ് ഞാൻ പറയുന്നത്. ഈ ചാനൽ വെച്ചിട്ട് റിമോട്ട് ഓഫാക്കി കഴിഞ്ഞാൽ രണ്ടാമത് ഓണാക്കുമ്പോഴും ഈ ചാനൽ തന്നെ കിട്ടുന്നു. അപ്പോൾ അതിനർത്ഥം റിസീവർ ഓണായി കിടക്കുകയല്ലേ, ആ ചാനൽ ഓണായി കിടക്കുകയല്ലേ. അപ്പോൾ അത്രയും സമയം അവരുടെ ചാനൽ തന്നെ കാണുന്നു എന്നുള്ള റേറ്റിംഗ് സംവിധാനം അവർക്ക് തന്നെ കിട്ടുമല്ലോ. എന്താണ് ഇവർക്ക് സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധത? ഒരു 10 വാർത്ത കാലത്തൊട്ട് വൈകുന്നേരം വരെ തിരിച്ചും മറിച്ചും മറ്റുള്ളവരുടെ എരുതിയിൽ എണ്ണൊഴിക്കുന്ന മാതിരി നടക്കും. ചാനലുകൾ മറ്റുള്ള ചാനലുകളുടെ ആൾക്കാരെ ഈ ചീത്ത വിളിക്കുന്നു, ഇവർ ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നു, അവർ അങ്ങോട്ട് ചീത്ത വിളിക്കുന്നു. അല്ലാതെ എന്താണിപ്പോൾ? ദൂരദർശനിൽ വാർത്ത കേട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടായിരുന്നു. ആവശ്യം കേൾക്കേണ്ട വാർത്ത മാത്രമേ കേൾക്കാവൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇത് വാർത്താ ചാനലുകളെ തട്ടിത്തടഞ്ഞ് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു.